ഹായ് ഹലോ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, മേ ബി ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ടുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിടാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഹോം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് ഓൺ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഷൂട്ട് ചെയ്തിടാനുള്ള സമയം എനിക്ക് ഉണ്ടായില്ല. ഇവൻ ബാക്ക്ഗ്രൗണ്ടിലും നല്ല അടുത്ത വീട്ടിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട്. സോ സോറി. ഈ ഒരു ഇൻകൺവീനിയൻസിന് വേണ്ടിയിട്ട് എൻ്റെ മൈക്കും കുറച്ച് കേട് വന്നിരിക്കുകയാണ്, പുതിയത് പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇങ്ങനത്തെ ഒരു അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ന്യൂ ബോൺ ആയതിനു ശേഷം നമുക്ക് കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വാങ്ങിക്കാറുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ ആവശ്യമില്ലാതെ പോകുന്ന ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അങ്ങനെ മോൻ്റെയും മോളുടെയും കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു 10 to 12 എസെൻഷ്യൽ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 5 months യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 to 12 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എസെൻഷ്യൽസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് ഉപകാരപ്രദമായിട്ടുണ്ട്. ഒന്നും അല്ലെങ്കിൽ ചിലത് ഒരു 3 മാസങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഐറ്റംസ് ഒക്കെ 1 year വരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഞാനതിൽ മെൻഷൻ ചെയ്യും എത്ര വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ചില ഐറ്റംസിൻ്റെ പേർപ്പസ് മാറാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 12 എസെൻഷ്യൽസോളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നുകയാണെങ്കിൽ വീഡിയോസ് ന്യൂ മോംസിനും ഇതുപോലെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഐറ്റം എന്ന് വന്നിട്ട് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് സ്വാഡിലാണ് കേട്ടോ. സ്വാഡിൽ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ന്യൂ ബോൺസ് തൊട്ട് ഒരു 3 months വരെ നമ്മുടെ അവരുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെക്കേണ്ടി വരും. കാരണം അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവരുടെ ഇത് വന്നിട്ട് ടെമ്പറേച്ചർ വന്നിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അവർ പൊതിഞ്ഞിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയൊരു സംഭവമാണ് ആമസോണിൽ നിന്ന് കോംബോ പാക്ക് ആയിട്ടുള്ള സ്വാഡിൽസ് അവൈലബിൾ ആയിരിക്കും. 3 to 4 പാക്കൊക്കെ അവൈലബിൾ ആയിരിക്കും. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. മോസ്റ്റ്ലി നിങ്ങൾ വന്നിട്ട് സ്വാഡിൽ വന്നിട്ട് നല്ല കോട്ടൻ്റെ മെസ്ലിൻ ക്ലോത്തിന് വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത് ഫസ്റ്റ് 0 to 3 months വരെ നിങ്ങൾക്ക് വന്നിട്ട് സ്വാഡിൽ ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ കുറേ കഴിയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറയട്ടെ. അവൾക്ക് ടവലായിട്ടും പുതച്ചു കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോഴും ചിലപ്പോൾ വലിയ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ചെറിയൊരു പുതപ്പ് പോലെയൊക്കെ പുതച്ചു കൊടുക്കാവുന്നതാണ്. സോറി, ഇൻ ബിറ്റ്വീൻ മോൻ വന്നിട്ട് ഓരോന്നും ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ ഉറങ്ങുന്നില്ല. സ്വാഡിൽ എന്ന് പറയുന്ന സംഭവം വന്നിട്ട് ക്ലോട്ടൺ മെസ്ലിൻ്റെ ആമസോണിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ യൂസ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല 3 months വരെ നമുക്ക് സ്വാഡിൽ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചറിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ചെറിയൊരു പുതപ്പ് പോലെയൊക്കെ യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ ടർക്കി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയുന്നത്. അടുത്തൊരു ഐറ്റമാണ് വാഷ് ക്ലോത്ത് എന്ന് പറയുന്നത്. വാഷ് ക്ലോത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ടവൽസ് പോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ന്യൂ ബോൺ തൊട്ട് ഒരു വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ ഫീഡിങ് ടൈമിലും അതേപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്തും ന്യൂ ബോൺ ആണെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് വായി തുടയ്ക്കാനും ഫീഡിങ് കഴിഞ്ഞിട്ട് ചെയ്യാനും ബേപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനും ഒക്കെ ഒരുപാട് യൂസ് ആവുന്ന ഒരു സംഭവമാണ്. ഒരു കോംബോ പാക്ക് മാതിരി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വാഷ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ബേപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. ന്യൂ ബോൺസ് ആണെങ്കിൽ 0 to 3 months ബേപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം യൂസ് ആവും. നമുക്ക് വായി തുടയ്ക്കാനും ഫീഡിങ്ങിൻ്റെ ടൈമിൽ ഇവിടെ വെച്ച് കൊടുക്കാനൊക്കെ നല്ല യൂസ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് കൊടുക്കുക എല്ലാത്തിനും ഭയങ്കര യൂസ് ആയിരിക്കും. അടുത്തൊരു ഐറ്റമാണ് മസ്റ്റാർഡ് പില്ലോ എന്ന് പറയുന്നത്. മസ്റ്റാർഡ് പില്ലോ വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് 0 to 3 months വരെയാണ്. നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും കടുക് തലയിണ എന്ന് പറയും. ഇതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. കുഞ്ഞു മക്കൾ വന്നിട്ട് ജനിച്ച ശേഷം അവരുടെ തല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മസ്റ്റാർഡ് പില്ലോ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. വലുതാവുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവൾക്കൊരു 6 months വരെയൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. തലയുടെ ഷേപ്പ് കിട്ടാൻ നല്ലതാണെന്നാണ് പറയുന്നത്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. പണ്ടുള്ളവരൊക്കെ കടുക് തലയുടെ നിറച്ചുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് സാധാരണ പില്ലോ വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടും കടുകിൻ്റെ തലയിണ മസ്റ്റാർഡ് പില്ലോ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് 0 to 6 months വരെ യൂസ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ സാധാരണ ഒരു കുഞ്ഞു പില്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. മസ്റ്റാർഡ് പില്ലോൻ്റെ യൂസ് ഇതാണ്.
കുട്ടികളുടെ ഹാർഡ് തല നല്ലോണം ഹാർഡാവാനും നല്ല സർഫേസ് കിട്ടാനും അവർക്ക് നല്ല തല നല്ല ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഈ മസ്റ്റാർഡ് പില്ലോ എന്ന് പറയുന്നത്. നമ്പർ 4 എന്ന് പറയുന്നത് ക്യാരിങ് നെസ്റ്റ് ആണ്. നമുക്ക് ഒരു ഫീഡിങ് പില്ലോ, ക്യാരിങ് നെസ്റ്റ് അറിയാലോ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ദിവസം ഹോസ്പിറ്റലിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുണ്ടാവും, ചെക്കപ്പിന് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. നെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കുഞ്ഞിനെ എടുക്കാൻ, ഇപ്പോൾ ഫസ്റ്റ് ബേബിയൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരിങ് നെസ്റ്റ് കൊണ്ട് പോകുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അത് ഏകദേശം നമുക്ക് 6 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ച് കിടത്താൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമുക്കത് വേണമെങ്കിൽ ഒരു ബെഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നിലത്തൊക്കെ കിടത്തുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനൊരു ബെഡായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. എനിക്കതൊരു പക്ഷേ ഒരു 0 to 4 months വരെയൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അതിനുശേഷം അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് ബോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും അത്. അടുത്തൊരു സംഭവമാണ് ഫീഡിങ് ബോട്ടിൽ എന്ന് പറയുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് വന്നിട്ട് ഫിലിപ്സിൻ്റെ എവൻ്റ് ആണ്. അത് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ന്യൂ ബോണിൽ ഇപ്പോൾ ഫോർമുല കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും വെള്ളം കൊടുക്കാനാണെങ്കിലും, കുറച്ച് വലുതായ വെള്ളം കൊടുക്കാനാണെങ്കിലും, ഈ ഫിലിപ്സിൻ്റെ എവൻറ്റിൻ്റെ ബോട്ടിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുള്ള നിപ്പിളുമായിട്ടുള്ള സാമ്യം വരുന്ന ഒരു ബോട്ടിലാണത്. അതിൻ്റെ നിപ്പിൾ അത് വന്നിട്ട് അതുപോലെ തന്നെ ഫീൽ ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ഒരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർ പറയും ബോട്ടിൽ ഫീഡിൽ, ബാക്കി ബ്രാൻഡ്സ് വന്നിട്ട് ബോട്ടിൽ ഫീഡ് വന്നിട്ട് എടുക്കുന്നവർക്ക് സഖ്യാനൊക്കെ പാട് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫിലിപ്സിൻ്റെ അവൻറ്റിൽ വന്നിട്ട് അത്രയും നല്ല ഒരു ക്വാളിറ്റിയുടെ നിപ്പിൾസൊക്കെയാണ് തരുന്നത്. ഇവൺ ഇതിന് മൾട്ടി പർപ്പസ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ച് സോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജ്യൂസൊക്കെ കൊടുക്കാനൊക്കെ യൂസ്ഫുൾ ആവും. ഫോർമുല കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പമ്പ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പർപ്പസ് ഇതിനകത്തുണ്ട്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോഴും യൂസ് ആവുന്ന, ഇപ്പോൾ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ആവുന്ന ഒരു സംഭവമാണ് ഫിലിപ്സിൻ്റെ അവൻ ബോട്ടിൽ എന്ന് പറയുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ഫിലിപ്സ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേറെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. യൂസ് ചെയ്തത് കൊണ്ട് ഈവൺ ഒരിക്കലും അതിൻ്റെ ചൂടിൽ കളർ പോവുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഫീഡിങ് ബോട്ടിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു നേരം, എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നാൻ കാരണം, നിങ്ങളിപ്പോൾ ഒരു നേരം ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ ബോട്ടിലുള്ള കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും കുട്ടികൾക്ക് കൊടുത്ത് അവർ തന്നെത്താൻ കുടിക്കും. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഫോർമുല കൊടുക്കാം, അച്ഛൻ്റെയിലോ അമ്മയുടെയിലോ വേറെ ആരുടെയിൽ കൊടുത്തു കഴിഞ്ഞാലും ഫീഡിങ് ബോട്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ബോട്ടിൽ, BPA ഫ്രീ ആയിട്ടുള്ള ബോട്ടിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ന്യൂ ബോൺ ആയിരിക്കുന്ന കുട്ടികൾ തൊട്ട് ഒരു ഏകദേശം അവരൊന്ന് സെറ്റിൽ ആവണവരെ, അതായത് ഇപ്പോൾ ഒരു ന്യൂ ബോൺ തൊട്ട് ഒരു 3 months വരെ മസ്റ്റായിട്ട് വേണ്ടിയിരുന്ന സാധനമാണ് ഓയിൽ ക്ലോത്ത് എന്ന് പറയുന്നത്. അതായത് റബ്ബർ ഷീറ്റ് പോലത്തെ സംഭവം എന്ന് പറയുന്നത്. ഒരു 2 or 3 പാക്കായിട്ടുള്ളത് വാങ്ങിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ അത് വന്നിട്ട് ഷീറ്റ് വിരിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ഡൈപ്പർ ഫ്രീ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് ചെയ്യാം. വിരിച്ച് കിടത്താവുന്നതാണ്. ഷീറ്റിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഓയിൽ മസാജ് കൊടുക്കുമ്പോൾ അതിൽ കൊടുക്കാവുന്നതാണ്. ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ 3 months ഒക്കെ. അപ്പോൾ ഒരു 5 months ഒക്കെ കഴിയുമ്പോൾ ടേൺ ചെയ്തൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കിടക്കുന്ന സമയം വരെ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ഒരു 6 മാസം വരെ നല്ല ഐറ്റമാണ്. ക്രോളിംഗ് ഒക്കെ തുടങ്ങുമ്പോഴായിരിക്കും ഒരു സ്ഥലത്ത് ഇരിക്കാത്തത്. അതുവരെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ബെഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ചില സമയത്ത് ഇരുത്താനും കളിക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. 0 to 6 months ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഓയിൽ ക്ലോത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്. ആമസോണിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഒരു 8 months വരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ കുളിപ്പിക്കാനൊക്കെ ഇരുത്തി നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ബെഡിലൊന്നും ആവരുതെന്ന് വിചാരിച്ച് ഷീറ്റ് വിരിച്ച് കൊടുക്കാറുണ്ട്. അതിൽ കിടത്തിയിട്ടൊക്കെയാണ് ഞാൻ അവൾക്ക് കാര്യങ്ങളൊക്കെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത്. കാരണം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അവർ യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ ബെഡിലേക്ക് ഷീറ്റിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ നല്ല യൂസ്ഫുൾ ആണ് അതൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ വല്ലവിടെയും ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കിപ്പോൾ കാറിലൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കാറിലൊക്കെ ഷീറ്റ് വിരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നത്. എനിക്ക് അതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് തോന്നിയിരുന്നത്. 0 to 6 months വരെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം യൂസേജ് കുറയാം. യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ. എന്തായാലും 0 to 6 months വരെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ഓയിൽ ക്ലോത്ത് എന്ന് പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, ഞാൻ പറയുന്നത് പോലെ 2-3 ആയിട്ടുള്ള പാക്കേജ് വാങ്ങി വയ്ക്കുക. കാരണം ഒരെണ്ണം ഓയിൽ യൂസ് ചെയ്യുക, ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് മുഷികളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ എനിക്ക് എൻ്റെ ചേച്ചി വാങ്ങി തന്നൊരു സംഭവം ഉണ്ട് കേട്ടോ, ബാത്തിങ് ടബ് എന്ന് പറയുന്നത്. മോൻ്റെ സമയത്ത് ഞാൻ ഷീറ്റ് വിരിച്ചിട്ടായിരുന്നു അവനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ബാത്തിങ് ടബ് എനിക്ക് ചേച്ചി ബാത്തിങ് സീറ്റ് പോലത്തെ ഒരു സംഭവം എനിക്ക് വാങ്ങി തന്നിരുന്നു. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു കേട്ടോ. കാരണം എന്നെപ്പോലെ
ഇനീഷ്യൽ സ്റ്റേജസ് തൊട്ട് കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനീഷ്യൽ സ്റ്റേജസിൽ എൻ്റെ ഹസ്ബൻഡ് വരെ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കിടത്തി കുളിപ്പിക്കാൻ പറ്റുന്നൊരു ഒരു ബാത്തിങ് ടബാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ 1 ഇയർ വരെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ടബ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മോൻ്റെ ഒരു ബാത്തിങ് ടബ് ഉണ്ട്, അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇരുത്തി കുളിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് തലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കിടന്നിട്ടാണ് കുളിപ്പിക്കുക. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നാലെ കൂടെ പോകാനൊക്കെ ഉള്ളത് കംഫർട്ടബിൾ ആയിരിക്കും, വെരി കംഫർട്ടബിൾ ആയിരിക്കും. അത് ഭയങ്കര 0 to 1 ഇയർ വരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും ഞാൻ അവർക്ക് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. കാരണം ഇപ്പോഴത്തെ സ്റ്റേജസിലൊക്കെ നമ്മൾ കുളിപ്പിക്കാൻ ആൾക്കാരൊന്നും കുട്ടികൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല, താൻ കുളിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ബാത്തിങ് ടബ് എന്ന് പറയുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തോന്നി, മോൻ്റെ കാര്യത്തിൽ അത് യൂസ്ഫുൾ ആയിട്ടില്ല, പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുട്ടികൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഓൾവേസ് എൻ്റെ 2 കുട്ടികളും തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും ഭയങ്കര ഇതായിട്ടുള്ള ഒരാളായിരുന്നു മോള് വന്നിട്ട് മോൾക്ക് പാസിഫയർ യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം പാസിഫയർ യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല എന്നൊക്കെ പറയും, പക്ഷേ 0 to 3 months വരെ നിങ്ങൾക്ക് പാസിഫയർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അവർ ഉറങ്ങാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമ്പോഴും ചിലപ്പോൾ അവർ ഫീഡ് എടുക്കില്ല, പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു അങ്ങനെ നുണയുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ പാസിഫയർ തൊട്ടുകൊണ്ട് സ്വാഡിലിടുമ്പോഴൊക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലോണം ഉറങ്ങുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവൾക്കും 0 to 3 months വരെ ഭയങ്കരമായിട്ടൊരു പാസിഫയർ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ ട്രാവൽ ടൈമിലൊക്കെ പാസിഫയർ, ഒരുപാട് കരച്ചിൽ നിർത്താനൊക്കെ പാസിഫയർ. പക്ഷെ അതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല ഒരു ബാഡ് ഡിസിഷൻ ആയിരിക്കും. 0 to 3 months ഓർ മാക്സിമം 4 months വരെ യൂസ് ചെയ്യുക. അതിനുശേഷം അത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുട്ടികളുടെ മോണയ്ക്കും പല്ല് വരുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനം, അത് ന്യൂ ബോൺ തൊട്ട് 1 ഇയർ വരെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടവൽസ് എന്ന് പറയുന്നത്. ഞാനിത് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ട് ആമസോണിൽ അവൈലബിൾ ആയിരിക്കും. കുഞ്ഞി ടർക്കി മാതിരി ഉണ്ടാവും. കുട്ടികളുടെ തല തുടയ്ക്കാനും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസൊക്കെ അവൈലബിൾ ആയിരിക്കും. വെരി കംഫർട്ടബിൾ ആയിരിക്കും. അവരുടെ സ്കിന്നൊന്നും റാഷ് ആവാൻ സാധിക്കില്ല. നല്ല കോട്ടൺ ടവൽസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കാൻ നോക്കുക. അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ഷോപ്സിലും അവൈലബിൾ ആയിരിക്കും. നോക്കി വാങ്ങിക്കുക. അത് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എപ്പോഴും. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഐറ്റമാണ് ടവൽസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ് ഗ്രൂമിങ് കിറ്റ് എന്ന് പറയുന്നത്. ഗ്രൂമിങ് കിറ്റ് വളരെ ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ നെയിൽ കട്ടർ, അതുപോലെ തന്നെ കോമ്പ്, ഷീർപ്പ്, പിന്നെ ടീത്തറല്ല ബ്രഷ്, ക്യാപ്പിട്ടുള്ള ബ്രഷ്, കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും യൂസ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾക്കൊരു 4 months ഒക്കെ ആകുമ്പോൾ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ടങ് ക്ലീൻ ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ഇൻ വൺ ആണ്. അതിനകത്ത് എല്ലാം അവൈലബിൾ ആയിരിക്കും. എനിക്കതിൽ ഓൾമോസ്റ്റ് എല്ലാം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നെയിൽ കട്ടർ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്, ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. കാരണം കുട്ടികളിങ്ങനെ കടിക്കുമ്പോഴൊക്കെ നാവും അവരുടെ മോണയൊക്കെ ക്ലീൻ ചെയ്യും. ഇപ്പം എന്ത് വേണമെങ്കിലും അവർ ഫീഡ് എടുക്കുമ്പോൾ നമ്മൾ വായൊന്നും കഴുകി കൊടുക്കുന്നില്ലല്ലോ. ആ ഒരു ഫംഗൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഏറ്റവും യൂസാണ്. അത് ഓൾമോസ്റ്റ് 1 year പ്ലസ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ഐറ്റംസൊക്കെ 1 year പ്ലസ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ചീർപ്പൊന്നും ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തുള്ള ചീർപ്പ് അല്ലെങ്കിൽ ബ്രഷൊക്കെ വെച്ചിട്ടായിരിക്കണം ഇനീഷ്യൽ സ്റ്റേജസിൽ കുഞ്ഞുങ്ങളുടെ മുടി ചീവേണ്ടത്. കാരണം അത്രയും സോഫ്റ്റ് ആയിരിക്കും അവരുടെ ഹെഡ് ആൻഡ് ഹെയർ ഒക്കെ. ഈവൻ 1-2 years വരെ അവരുടെ കോംസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് മാറ്റ് എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഒരു മാറ്റ് വാങ്ങിച്ച വീഡിയോ വന്നിട്ട് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും കിടക്കാനും. ഇപ്പോൾ താഴെ ഇരുന്ന് കളിക്കുന്ന കുട്ടികളാണെങ്കിലും താഴെ കിടക്കുന്ന കുട്ടികളാണെങ്കിലും ന്യൂ ബോൺ ആണെങ്കിലും നമ്മൾ കുറച്ച് താഴെ കിടത്താനും റിലാക്സ് ചെയ്യിപ്പിക്കാനും എല്ലാത്തിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മാറ്റ് എനിക്ക് അവളുടെ കാര്യത്തിൽ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും യൂസ്ഫുള്ളാണ്. ഞാൻ 2 pairs of മാറ്റ് ഉണ്ട് എനിക്ക് അതിനകത്ത്. ഒന്ന് ഞാൻ അവളെ പുറത്തൊക്കെ ഇരുത്തി ബാൽക്കണിയൊക്കെ ഇരുത്തിയിട്ടൊക്കെ കാണിക്കാൻ വേണ്ടി ഓയിലായത് കുറച്ച് അത് അവൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. എൻ്റെ മോൻ്റെ സമയത്ത് ബേബി ഹഗിൻ്റെ ഒരു മാറ്റ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് ഞാനിപ്പോൾ 4 years ആയിട്ടും കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു സംഭവത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പുറത്തിരുത്തി കളിക്കാൻ വേണ്ടി വേറൊരു മാറ്റ് നിങ്ങൾക്ക് തണുപ്പ് കാലം വരുമ്പോഴും ഇരുത്തി കളിപ്പിക്കാനൊക്കെ പറ്റിയതാണ് മാറ്റ് എന്ന് പറയുന്നത്. അത് 1 വർഷമല്ല കേട്ടോ,
മേ ബി നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ഇത്രയും ഒരു 10 to 12 എസെൻഷ്യൽസ് ആണ് നിങ്ങൾക്ക് 0 to 3, 3 to 6, 6 to 12 ഇയേഴ്സ് വരെ 12 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. മോൻ്റെ കാര്യത്തിലായാലും ശരി, മോളുടെ കാര്യത്തിലായാലും ശരി, 0 to 1 years വരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.